ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു ട്രിപ്പ് പോകാനായിട്ട് പോവുകയാണ്. എന്നും നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യും, പക്ഷെ ഒന്നും നടക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം എല്ലാം ഓക്കെ ആയി. അങ്ങനെ നമ്മൾ മൂന്നാർക്കാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് 4 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മൂട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അങ്ങനെ നമ്മൾ മാഞ്ഞാലിയൊക്കെ കഴിഞ്ഞു. ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. നമ്മൾ സൺറൈസ് കണ്ട് നല്ല ഭംഗിയായിരുന്നു സൺറൈസ് കാണാനായിട്ട്. കുറച്ച് തണവൊക്കെ പ്രതീക്ഷിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയത്, പക്ഷേ അധികം തണവൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടു. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മുടെ വീഡിയോക്ക് നല്ല പോസൊക്കെ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചിയാപ്പാറ വാട്ടർഫോൾസിലെത്തി. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മാറി ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തി. അമ്മൂട്ടിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു. ആൾക്ക് മലയൊക്കെ കണ്ടിട്ട് ഭയങ്കര പേടിയാകുന്നുണ്ടായിരുന്നു. അച്ഛമ്മയെ പോവാന്ന് തന്നെയായിരുന്നു ആൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ പറഞ്ഞ് നിർത്തിയ ആളെ. അങ്ങനെ കുറച്ച് കോടയൊക്കെ കണ്ടു. പക്ഷേ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച ക്ലൈമറ്റൊന്നും ആയിരുന്നില്ല. ഭയങ്കര ചൂടായിരുന്നു. തേയിലത്തോട്ടമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ പിന്നെയും എടുത്തു. മറ്റേ വാട്ടർഫോൾസ് കാണാത്തതുകൊണ്ട് ഞങ്ങൾ വേറൊരു വാട്ടർഫോൾസ് കാണാൻ പോവുകയാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ വാട്ടർഫോൾസ് കാണാനായിട്ട്. പക്ഷേ അവിടെ ആരെയും ഇറക്കുന്നുണ്ടായിരുന്നില്ല. അവരവിടെ കയറി കെട്ടി വെച്ചാക്കണമായിരുന്നു. അപ്പം നമുക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല. അവിടെ നിന്ന് മാറി കുറച്ചപ്പുറത്ത് കാലൊക്കെ നനക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മൂട്ടി ഹാപ്പിയായി. അത്രയും നേരം പോവാന്ന് പറഞ്ഞ ആൾ വെള്ളം കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്ന് പോരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു ആമയുടെ സ്റ്റാച്ചു ഒക്കെ കണ്ടു. ഞങ്ങൾ നേരെ തമിഴ്നാട് വഴിയാണ് ഇറങ്ങിയത്. കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ മാങ്ങയൊക്കെ വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് മാങ്ങയും വാങ്ങിച്ചു. പിന്നെ ഹസ്ബൻഡ് കരിക്കൊക്കെ വാങ്ങിച്ചു. ആകെ ടയേർഡായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കരിക്കൊക്കെ കുടിച്ച് നേരെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. കുറേ റെസ്റ്റോറൻറ്റ് നോക്കി ലാസ്റ്റ് ഞങ്ങളൊരു വിൻറ്റേജ് മോഡലുള്ള റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നല്ല രസമായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട്. അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി തന്നെയാണ്. വേറെ ഒന്നും നമുക്ക് പരീക്ഷിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടായില്ല, കാരണം അത്രയും വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ വന്നു. അവരുടെ പ്ലേറ്റൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടിയിൽ കയറി. അമ്മൂട്ടി കുറച്ച് പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു അമ്മൂട്ടീൻ്റെ. നെക്സ്റ്റ് നമ്മൾ പോയത് ഇഷ ആദിയോഗിയിലാണ്. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട ഒരു സ്ഥലമായിട്ട് തോന്നിയിട്ടോ ഈ പ്ലേസ്. അത്ര ഭംഗിയായിരുന്നു കാണാൻ ഈ സ്റ്റാച്ചു. ആദിയോഗിയുടെ ചുറ്റുമുള്ള വ്യൂ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ലൈറ്റ് ഷോ ആണ് ഏറ്റവും ഭംഗിയെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ടൈം ഉണ്ടായില്ല. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ടൈം വൈകുന്നതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. അമ്മൂട്ടി അവിടെ നിന്ന് എന്തൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.